അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുത്തപ്പൻ മലയിലേക്കാണ് പോകുന്നത്. കള്ളാറിൽ നിന്ന് അടൂട്ടുകയ വഴിയാണ് പോകുന്നത്. കള്ളാറിൽ നിന്ന് നമ്മൾ അടൂട്ടുകയ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മുത്തപ്പൻ മലയ്ക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ചെറുവണ്ണത്തടി ഭാഗമാണ് കേട്ടോ. മലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കോട മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച മുത്തപ്പൻ മലയിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നല്ലൊരു മഴ മൂടം ഉണ്ട്. അപ്പോൾ മഴയും കൂടി വന്നാൽ മുത്തപ്പൻ മലയിലെ കാഴ്ചകൾ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ വലിയ കള്ളാറിൽ നിന്നും ചെറിയ കള്ളാറിലെത്തി. അവിടെ നിന്നും അടൂട്ടുകയ റോഡിലൂടെ അടൂട്ടുകയയിലെത്തി. നേരെ മുത്തപ്പൻ മലയിലേക്ക് പോകുന്ന വഴിയാണ്. മലയുടെ മുകളിലൊക്കെ ചെറുതായിട്ട് കോട കാണുന്നുണ്ട്. ഇനി ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ മാത്രമേ മുത്തപ്പൻ മലയിലേക്കുള്ള ദൂരമുള്ളൂ. ഏകദേശം ഈ ഒരു മലയുടെ ടോപ്പിലായിട്ടാണ് മുത്തപ്പൻ മല വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ കോടയൊന്നും കാണുന്നില്ല. ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുത്തപ്പൻ മലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു കോടയൊന്നുമില്ല, പക്ഷേ കോട ഇറങ്ങുന്നതായിട്ട് കാണാം നമുക്ക് ഒരു ഭാഗത്ത്. ഇവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ തെയ്യം നടക്കേണ്ടതാണ്, പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇപ്രാവശ്യം തെയ്യം നടത്തിയിട്ടില്ല. ഏകദേശം ഡേറ്റ് മാറ്റിയിട്ടില്ല കേട്ടോ. ഡേറ്റ് മാറ്റിയതാണ്. ഇനി അടുത്ത ഡേറ്റ് എപ്പോഴാണെന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഉടനെ അടുത്ത തെയ്യം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റ് വീശുന്നുണ്ട്. നല്ല മഴയും പെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന കോട മാത്രം കാണുന്നില്ല. ആ മുകളിൽ കാണുന്നതാണ് മുത്തപ്പൻ മല ക്ഷേത്രമെന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. അതിനു മുൻപ് ഇവിടെ ഒരു കല്ല് കാണുന്നുണ്ട്. ഇവിടെ വിളക്കൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇവിടെ വിളക്കൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഭണ്ഡാരമുണ്ട്. പിന്നെ ഇവിടെ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ, അതായത് പാദരക്ഷകൾ ഇവിടെ അഴിച്ചു വെക്കുക, പുല ബാലായ്മ ഉള്ളവർ തിരുമുറ്റത്ത് പ്രവേശിക്കരുത്, പുകവലി പാടില്ല, അങ്ങനെ ക്ഷേത്രമര്യാദകൾ അറിയിച്ചുകൊണ്ടുള്ളൊരു ബോർഡുണ്ട്. ഈ സ്റ്റെപ്പിന് താഴെ ഇവിടെ നമുക്ക് പാദരക്ഷകൾ അഴിച്ചു വെക്കണം. അതിനുശേഷം മാത്രമേ മുകളിലേക്ക് കയറാൻ പാടുള്ളൂ. ഈ സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മുത്തപ്പൻ മലയുടെ കൂടുതൽ കാഴ്ചകൾ, മുത്തപ്പൻ മലയിൽ നിന്ന് കാണുന്ന കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ക്യാമറ ഒന്ന് റൈറ്റ് സൈഡിലേക്കൊന്ന് തിരിച്ചാൽ നമുക്ക് കുറേ മലനിരകൾ ഇങ്ങനെ കോട പതച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ കോടയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റാണിപുരം കൂടി ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങ് ദൂരെ ഇപ്പോൾ കോട മൂടി കിടക്കുന്നതുകൊണ്ട് റാണിപുരം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കോടയൊക്കെ ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറം ഒരു ദേവസ്ഥാനം. അങ്ങനെ നമ്മളിതാ ആ ഒരു ദേവസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മുത്തപ്പൻ മല ദേവസ്ഥാനം. ഇവിടെ ഏകദേശം 1, 2, 3, 4ഓളം തെയ്യങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ തെയ്യങ്ങളുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു തെയ്യം ഇവിടെയാണ്. ഇത് മുത്തപ്പൻ്റെത്.
പിന്നെ ഇത് ഗുളികൻ തെയ്യത്തിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ തെയ്യം നടക്കേണ്ടത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പുതിയ ഡേറ്റ് എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ആകാശത്ത് നല്ല മഴമേഘമുണ്ട്. താഴെ മലയുടെ ചില ഭാഗങ്ങളിൽ നല്ല കോട മൂടി കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് കോട വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് കോട വരുന്നില്ല. പ്രതീക്ഷ അപ്പാടെ മായ്ച്ചുകൊണ്ട് അങ്ങ് ഒരു ടവർ കാണുന്നില്ല. ആ ഭാഗത്ത് വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിക്കവാറും ഇനി ഇങ്ങോട്ട് കോട കയറുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല. എന്താണ് നമുക്ക് നോക്കാം, കുറച്ച് സമയം കൂടി നോക്കിയിട്ട് പോകാം. നമ്മൾ നിൽക്കുന്ന ഈ മുത്തപ്പൻ മല ഈ ഭാഗത്ത് ഇപ്പോൾ കോടയില്ല. നേരെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലനിരകളിങ്ങനെ നിരനിരയായിട്ട് കാണാം. ആ ഭാഗത്ത് മുഴുവൻ കോടയാണ്. ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. താഴെ കൂടി നമുക്ക് ആ റോഡും കൂടി കാണാം. ആ റോഡിലൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വേറെ ആരും ഇല്ല ഇപ്പോൾ. നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കോട ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം കോടയില്ല ഇപ്പോൾ ചെറിയൊരു മഴ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള കോടയൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കണ്ട, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കോട ഇങ്ങനെ ഇറങ്ങി കയറി പോവുകയാണ്. അതേസമയം തന്നെ ഈ ഒരു ഭാഗത്തു നിന്നും കോട താഴോട്ട് ഇറങ്ങി വരുന്നുമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു മുത്തപ്പൻമല ദേവസ്ഥാനത്തിന് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കോടയില്ല. ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണിപ്പോൾ. മഴയില്ല, കോടയില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വന്ന സമയം അത്ര പോരാന്നാണ് അതിൻ്റെ അർത്ഥം. പോരാന്നല്ല, നമുക്ക് ആ ഒരു ദൃശ്യം പകർത്താനുള്ള ഭാഗ്യമില്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഒന്ന് നോക്കുക, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം കോടയില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ കോട ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ പകർത്താൻ വന്നത് മുത്തപ്പൻമലയിലത്തെ കോടയാണ്. പക്ഷേ മുത്തപ്പൻമലയിൽ മാത്രം കോടയില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ കോടയുണ്ട്. നമ്മൾ വന്ന വഴിയിലൂടെ ഒരു തൊട്ടി ജീപ്പ് കയറി വരുന്നുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ആ ഭാഗത്തൂടെ, ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് കടന്നുപോയി. മറ്റേ ഭാഗത്തൂടെ കാണുന്നില്ല. ആ വരുന്നതാണ് തൊട്ടി ജീപ്പ്. അപ്പോൾ ആ വഴി ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടെത്തണം. അപ്പോൾ ഇതാണ് മുത്തപ്പൻമലയിലേക്കുള്ള വഴി. ഇപ്പോൾ കോട കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ആ കണ്ട കാഴ്ചയല്ല ഇപ്പോൾ കാണുന്നത്. നേരത്തെ നമുക്ക് മല കുറച്ച് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര ക്ലിയറായിട്ട് മല കാണുന്നില്ല. ഈ ഒരു ഭാഗത്തെല്ലാം മൊത്തം കോട മൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് കയറി പോകുന്നുമുണ്ട്. അതായത് ഒരു ഭാഗത്തു നിന്ന് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ഇറങ്ങി വന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടൊരു കാഴ്ച അല്ല കേട്ടോ ഇപ്പോൾ കാണുന്നത്. അതായത് മൊത്തത്തിൽ നമ്മൾ നിൽക്കുന്ന ഭാഗമല്ല, നിൽക്കുന്നതിൻ്റെ നേരെ താഴെ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് കോട മൂടി കിടക്കുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ ആ ഒരു ഭാഗത്തുള്ള മലകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഭാഗത്തുള്ള മലകളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഇത്ര മാത്രം, ഈ ഒരു കാഴ്ച മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. താഴെ ഭാഗത്ത് ഒന്നും കാണുന്നില്ല. നമ്മൾ നേരത്തെ വന്ന റോഡ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രമേലും കോട മൂടിയിട്ടുണ്ട്. അതായത് താഴെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മുത്തപ്പൻമല കാണില്ല. പക്ഷേ ഇവിടുന്ന് നമുക്ക് അത്ര വലിയ കോട കാണുന്നില്ല. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ര വലിയ കോടയില്ല. പക്ഷേ താഴെ നിന്ന് നോക്കുമ്പോൾ മുത്തപ്പൻമല കാണുകയും ചെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്നിടത്ത് കോടയില്ല. പക്ഷേ താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ വരുമ്പോൾ ഇഷ്ടംപോലെ മലകൾ കാണുന്നുണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരു മല പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് കോട മൂടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഈ കോടയൊക്കെ ആസ്വദിക്കാൻ വരുന്നവർക്ക് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ മുത്തപ്പൻമല എന്ന് പറയുന്നത്. കണ്ടോ, നേരത്തെ നമ്മൾ കുറേ മലകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വന്നാൽ നമുക്ക് ഈ കാണുന്ന സ്ഥലത്ത്, അതായത് ഞാനിപ്പോൾ ഈ ക്യാമറ പിടിച്ച ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ നോക്കിയാൽ റാണിപുരം കാണാം. ഇപ്പോൾ റാണിപുരമില്ല, അവിടെയുള്ള മലകളുമില്ല, ഒന്നുമില്ല. മൊത്തത്തിൽ കോട മൂടി കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ പ്രതീക്ഷിച്ച ഒരു കാലാവസ്ഥ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് കോട ഇങ്ങോട്ട് കയറി വിടുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ വണ്ടി വെച്ച സ്ഥലത്തൊക്കെ ഇപ്പോൾ ഏകദേശം കോടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കും കോട കയറിയിട്ടുണ്ട്. പക്ഷേ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കോട കയറി വിടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചൊരു കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മഴയാണ്. മഴ വന്നു, അതുപോലെ തന്നെ കോട വന്നു. നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും
കോടയായിട്ട് മൂടി. നല്ല മഴയാണ്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. മുത്തപ്പമല ദേവസ്ഥാനത്തിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കാലാവസ്ഥ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇങ്ങനെ കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥ, ചെറിയ മഴ, തണുപ്പ്, കോടമഞ്ഞ്, ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് ഞാൻ തനിച്ചാണ് വന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയൊരു കുന്നിൻ്റെ ഭാഗം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, ആ കുന്നിൻ്റെ ഭാഗം പോലും ഇപ്പോൾ കാണുന്നില്ല. അത്രമേൽ കോടമഞ്ഞ് നിറഞ്ഞ ഒരു അവസ്ഥയാണ്. നേരെ താഴോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നമ്മൾ റോഡിൻ്റെ സൈഡിലുള്ള ഈ കാട് മാത്രമാണ് കാണുന്നത്. ഇതിനപ്പുറത്തുള്ള ഇവിടെയൊക്കെ മൊത്തം മലനിരകളാണ്. ഇതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രമേൽ ഇവിടെ കോട നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ അട്ടശല്യമൊന്നുമില്ല കേട്ടോ. അട്ടകളുടെ ശല്യമൊന്നും ഈ ഭാഗത്തില്ല. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റും കുട ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്. കാറ്റും കോടയും തണുപ്പും മഴയും എല്ലാം കൂടി ഒരു അടിപൊളി വൈബാണ് കേട്ടോ. മുത്തപ്പമല ഈ ദേവസ്ഥാനത്തിന് സമീപത്ത് നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മുകൾ ഭാഗത്ത് നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്രമാത്രം കോട ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആ ഭാഗത്ത് കോട മൂടിയിട്ടുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.